ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് ബീഫ് നല്ല എല്ലുള്ള ബീഫ് തന്നെ സെലക്ട് ചെയ്യുക, എങ്കിലേ രുചി ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവൂ. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ബീഫ് ചേർത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊരിച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 5-6 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്ക് മസാലയുടെ കൂടെ വറ്റിച്ചെടുക്കണം. ബീഫിലുള്ള വെള്ളം കളയാൻ പാടില്ല. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കുക, കാരണം അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോകുന്നത്. ഈ പാത്രത്തിലോട്ട് നമുക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ബീഫിലോട്ട് മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ചിക്കൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തീയിൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീഫും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മസാല നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പകുതി ചോറ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബിരിയാണി പോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം പശു നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിരിയാണിക്ക് നല്ല രുചിയായിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത ഉടനെ ഇടയ്ക്കിടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളർ മാറാൻ തുടങ്ങുമ്പോൾ നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി. സവാളയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കശുവണ്ടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഉണക്കമുന്തിരിയും കശുവണ്ടിയും റൈസിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം പശുവെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.